ബ്രോ ഈ രാഘവേട്ടൻ്റെ കടയ്ക്ക് പോണ വഴി ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി റൈറ്റിലെ 4ാമത്തെ കട. അപ്പോൾ തിരിച്ചു പോണ വഴിയോ? തിരിച്ചു വരുന്ന വഴിയാ? ചെറുക്കാൻ നീ ആളെ കളിയാക്കണ? നിന്റെ ഫോണിൽ മാപ്പോ കുഴപ്പമൊന്നും ഇല്ലടാ, എടുത്തിട്ട് പോടാ. അല്ല ബ്രോ, ഞാൻ വീട്ടിലെപ്പോഴും ഫോൺ നോക്കിയിരുന്നപ്പോൾ അമ്മ പുറത്ത് പോയി 4 പേരോട് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഇവനെന്താ പഠിച്ചു പറയണ? അമ്മ അങ്ങനെ പറഞ്ഞു വിട്ടെ. അപ്പൊ നിനക്ക് 4 ആളോട് സംസാരിക്കാൻ പഠിക്കണം. എന്നാൽ ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, അത് നീ കംപ്ലീറ്റ് ആക്കിയാൽ നിനക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കും. ഇപ്പോ ഇവൻ നിന്റെ ആളിനെ പെണ്ണ് കാണാൻ വരികയാണെന്ന് വിചാരിക്കുക. അളിയാ താങ്ക്സ്. അത് നിനക്ക് തടയണം. നീ ഒന്ന് ചെയ്ത് കാണിക്ക്. ആളെന്ന് വെച്ചാ ഗേൾ ഫ്രണ്ടോ? എനിക്കതില്ല. നീ വിചാരിച്ചാ മതി. 1 മിനിറ്റ്. ബ്രോയുടെ പേരെന്താ? എൻ്റെ പേരോ? എൻ്റെ പേര് ഷൈൻ. ഷൈൻ. നിനക്ക് അല്ല, അപ്പോൾ പെണ്ണിൻ്റെ പേരോ? എന്നാ അവിടെ അഞ്ജലി പിടിച്ചോ. ഷൈൻ, നിനക്കിപ്പോൾ അഞ്ജലിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകാൻ പറ്റില്ല. അതെന്ത്? അവിടെ റോഡ് പണി നടക്കുക, പിന്നെ അവിടെ കറണ്ടും ഇല്ല. അയ്യാ, എന്നാ അവളുടെ വീട്ടിൽ ഒരു കുരക്കുന്ന ബൗ ബൗ കൂടി പറയടാ. സോറി ബ്രോ, പെട്ടെന്ന് പറഞ്ഞോണ്ട. ഒരു ചാൻസ് കൂടി പ്ലീസ്, ഒരു ചാൻസ് കൂടി. 1 മിനിറ്റ്. ബ്രോ, അഞ്ജലിക്ക് 10ാം ക്ലാസ്സിൽ മാത്സിന് 60 മാർക്കുള്ളൂ. പിന്നെ അവൾക്ക് ഇംഗ്ലീഷ് പറയാനും അറിയില്ല. എടാ മണ്ട, ഇങ്ങനെ എന്തെങ്കിലും പറ. ഓ, അഞ്ജലിക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടോ? അതല്ലടാ, അഞ്ജലിക്ക് ഓ, യു മീൻ സ്റ്റൊമക് പെയിൻ. അവളുടെ വയറ്റിൽ കുരു. അഞ്ജലിന്റെ കഥ എനിക്കറിയോളാ. എടാ, അഞ്ജലിക്ക് എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. നാട്ടിലെ ടാക്സിയാടാ അഞ്ജലി. അഞ്ജലിക്ക് 5ാം ക്ലാസ് 5 ലൈൻ ഉണ്ടായിരുന്നു. അവള് ഭൂലോക പെഴയാടാ. അഞ്ജലിയുടെ ആരാന്നാ പറഞ്ഞു? ഞാൻ അഞ്ജലിന്റെ 5ാമത്തെ ലൈനാടാ. ഞാൻ 4ാമത്തെയും. നീ ഇതൊക്കെ ചോദിക്കാൻ താനാരോടാ? അഞ്ജലിയുടെ ഏട്ടനാടാ ഞാൻ. അയ്യോ ചേട്ടാ, അത് നമ്മള് വെറുതെ. എന്ത് വെറുതെ? അത് ഇവൻ ഇവൻ എന്ത് ഇമാജിനറി? ഇമാജിനറി.